ഹരേ കൃഷ്ണ. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അദ്ദേഹം നൈഹതിക്കടുത്തുള്ള ബർദ്ധമാൽ ജില്ലയിൽ ജാമത്പൂർ ഗ്രാമത്തിൽ നാദിയ വംശജരായ വൈദ്യന്മാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് ശ്രീ ഭഗീരഥനും മാതാവ് ശ്രീ സുനന്ദയുമായിരുന്നു. നിത്യാനന്ദ പ്രഭു സ്വയം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് വൃന്ദാവനത്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്വപ്നത്തിലൂടെ നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരുണ്യം സ്വീകരിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ തന്നെ ആത്മീയ ഗുരുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച അദ്ദേഹം ശ്രീല രൂപ ഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥദാസ ഗോസ്വാമിയുടെയും നേരിട്ടുള്ള ശിഷ്യനായി നിലകൊള്ളുന്നു. അദ്ദേഹം ഗോസ്വാമിമാരായ ശ്രീ ജീവ, രഘുനാഥ ഭട്ട, രഘുനാഥദാസ, ഗോപാലഭട്ട എന്നിവരെ തൻ്റെ ഉപദേശക ആത്മീയ ഗുരുക്കളായി സ്വീകരിച്ചു. ശ്രീ ജീവ ഗോസ്വാമിയാണ് അദ്ദേഹത്തിന് കവിരാജ് അഥവാ കവികളുടെ രാജാവ് എന്ന സംബോധന നൽകിയത്. അദ്ദേഹം ശ്യാമകുണ്ടിൽ താമസിച്ച് വിരക്തിയിൽ ജീവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമപ്രചരണത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ച് ഗോവിന്ദ ലീലാമൃതം, കൃഷ്ണകർണാമൃതം, വ്യാഖ്യാനം എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹം രചിച്ച ചൈതന്യ ചരിതാമൃതമാണ് ഏറ്റവും കൃത്യവും വിശ്വാസ്യവും പരമസത്യവുമായ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവചരിത്രം. ആധ്യാത്മിക പഠനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തത്വങ്ങൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. അദ്ദേഹത്തിന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളിലും ആഴത്തിലുള്ള ജ്ഞാനവും അഗാധമായ സംസ്കൃത പാണ്ഡിത്യവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ശ്രുതി, സ്മൃതി, ജ്ഞാനം, ജ്യോതിഷം മറ്റെല്ലാത്തിലും അദ്ദേഹത്തിന് ആഴത്തിലൂടെയുള്ള ജ്ഞാനത്തെ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഒരു പുൽക്കൊടിയെപ്പോലെ വിനീതനും വൃക്ഷത്തെപ്പോലെ സഹിഷ്ണുതയുള്ളവനും എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവുമായിരുന്നു. ഒരു വ്യക്തി ചൈതന്യ ചരിതാമൃതം വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളും രാധാകൃഷ്ണന്മാരോടുള്ള പരിശുദ്ധ പ്രേമഭക്തി എന്താണെന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് ഷഡ് ഗോസ്വാമിമാരിൽ ഒരു ഗോസ്വാമിയായ ശ്രീല രഘുനാഥ് ഭട്ട് ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിത്യപാർഷദനാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുയായിയായ തപൻ മിശ്രയുടെ പുത്രനായി 1503 ബനാറസിലാണ് അദ്ദേഹം അവതരിച്ചത്. ഗൗരംഗ മഹാപ്രഭു വൃന്ദാവനത്തിൽ നിന്നും തിരിച്ചുള്ള യാത്രയിൽ ബനാറസിൽ 2 മാസം താമസിച്ച സമയത്ത് തപൻ മിശ്രയുടെ ഭവനത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ആ സമയം കുട്ടിയായിരുന്ന രഘുനാഥിന് മഹാപ്രഭുവിൻ്റെ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് 20 വയസ്സ് പ്രായമായപ്പോൾ മാതാപിതാക്കളുടെ അനുവാദത്തോടെ പുരിയിലെത്തി. അവിടെ മഹാപ്രഭുവിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ മഹാപ്രഭു അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ ഉയർത്തി ആലിംഗനം ചെയ്യുകയും തന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയും താമസ സൗകര്യം ഏർപ്പെടുത്തുവാൻ ഗോവിന്ദനെ ഏൽപ്പിക്കുകയും ചെയ്തു. 8 മാസത്തോളം നീലാചലത്തിൽ താമസിച്ച അദ്ദേഹത്തിന് സ്ഥിരമായി ഗൗരംഗ മഹാപ്രഭുവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു നൽകുവാനും അദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കി മഹാപ്രസാദം സ്വീകരിക്കുന്നതിനുമുള്ള അവസരം ലഭിച്ചിരുന്നു. രഘുനാഥ് ഭട്ട് ഗോസ്വാമി ഭക്തിയോടെ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നതിൽ മഹാപ്രഭു സന്തുഷ്ടനായിരുന്നു. 8 മാസത്തിനു ശേഷം മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രായമായ തൻ്റെ വൈഷ്ണവ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിനായി കാശിയിലേക്ക് തിരിച്ചുപോയി. മാതാപിതാക്കളുടെ മരണശേഷം തിരികെ പുരിയിലെത്തി മഹാപ്രഭുവിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കവേ മഹാപ്രഭു അദ്ദേഹത്തോട് വൃന്ദാവനത്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. അവിടെ എത്തി കൃഷ്ണനാമം ജപിക്കുവാനും ഭാഗവത പാരായണം ചെയ്യുവാനും നിർദ്ദേശിച്ചു. അതിനുശേഷം ജഗന്നാഥൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന 10 അടി നീളമുള്ള തുളസിമാലയും ജഗന്നാഥൻ്റെ വെറ്റില പ്രസാദവും നൽകി. വൃന്ദാവനത്തിലെത്തിയ അദ്ദേഹം ശ്രീല രൂപ ഗോസ്വാമിയുടെയും ശ്രീല സനാതൻ ഗോസ്വാമിയുടെയും സംരക്ഷണത്തിൽ ജീവിച്ചു. അവർക്ക് മുൻപാകെ ഭാഗവതം പാരായണം ചെയ്യുമായിരുന്നു. ഭാഗവതം പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ഭഗവാൻ കൃഷ്ണനോടുള്ള സ്നേഹത്തിൽ മതിമറന്ന് അദ്ദേഹത്തിൽ ഭക്തിഭാവങ്ങൾ പ്രകടമായിരുന്നു. കണ്ണുനീർ കൊണ്ട് കണ്ണു നിറഞ്ഞു, തൊണ്ട ഇടറിക്കൊണ്ടിരുന്നു. അദ്ദേഹം കൃഷ്ണനെ പറ്റി അല്ലാതെ സംസാരിക്കാറില്ലായിരുന്നു. ഭാഗവതത്തിലെ ഓരോ ശ്ലോകവും അദ്ദേഹം 3-4 തവണ ശ്രുതി മധുരമായ ഹീനങ്ങളിൽ പാരായണം ചെയ്യുമായിരുന്നു. ഭഗവാന്റെ സൗന്ദര്യത്തെയും മാധുര്യത്തെയും വർണ്ണിക്കുമ്പോൾ ആനന്ദത്താൽ മതിമറന്ന് ചുറ്റുമുള്ള ലോകത്തെ അദ്ദേഹം മറന്നുപോയിരുന്നു. രഘുനാഥ് ഭട്ട് ഗോസ്വാമി ശ്രീ ഗോവിന്ദദേവന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഒരാൾ ഗോവിന്ദ ക്ഷേത്രം പണിഞ്ഞു. ഗോവിന്ദദേവന്റെ എല്ലാ ആഭരണങ്ങളും അദ്ദേഹമാണ് നൽകിയത്. ഓടക്കുഴലും മകരകുണ്ടലങ്ങളും അദ്ദേഹം സ്വയം നിർമ്മിച്ചു.
ഒരു വൈഷ്ണവരെയും തെറ്റ് കണ്ടാലും കുറ്റപ്പെടുത്തുന്നതിന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഓരോ വൈഷ്ണവരും അവരവരുടെ സാക്ഷാത്കാര പ്രകാരമാണ് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുണ്ടായിരുന്നെങ്കിലും മറ്റ് ഗോസ്വാമിമാരെ പോലെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടില്ല. 40 വർഷത്തോളം അദ്ദേഹം ഗോവിന്ദദേവനെ വിശ്വസ്തയോടെ സേവിച്ചു. 1579 ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10ാമത്തെ ദിവസം അദ്ദേഹം ഈ ലോകം വിട്ടു. ഭഗവാൻ കൃഷ്ണന്റെ നിത്യലീലയിൽ അദ്ദേഹം രാസമഞ്ജരിയായാണ് സേവനം ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീല രഘുനാഥ് ഭട്ട് ഗോസ്വാമിയോട് ഭഗവാൻ കൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഇന്ന് ഷഡ് ഗോസ്വാമിമാരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗോസ്വാമിയായ ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ തിരോഭാവ ദിവസം കൂടിയാണ്. അദ്ദേഹം വൃന്ദാവനത്തിലെ രാധാകുണ്ടിന്റെ തീരത്തായിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് രാധാകുണ്ട് ചെറിയൊരു ജലാശയമായിരുന്നു. എന്നാൽ രാധാകുണ്ട് വലുതാക്കുന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വലിയ തുക ആവശ്യമുള്ള ഒരു കാര്യം താൻ മനസ്സിൽ ആഗ്രഹിച്ചെന്ന് പറഞ്ഞ് സ്വയം ശിക്ഷിക്കും. അങ്ങനെയിരിക്കെ ഒരിക്കൽ വളരെ ധനികനായ ഒരു സേട്ട് ഹിമാലയത്തിലെ ബദ്രികാശ്രമത്തിലെത്തി ബദ്രിനാഥനെ ഭക്തിപൂർവ്വം ആരാധിച്ചു. അന്ന് രാത്രി ആ സേട്ടിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് വ്രജത്തിൽ പോകുവാനും ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് എല്ലാ സമ്പത്തും ദാനം ചെയ്യുവാനും പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു എങ്കിൽ നിങ്ങൾ പറയണം, ഇത് ഞാൻ തന്നെ പറഞ്ഞതാണെന്നും രാധാകുണ്ട് ശ്യാംകുണ്ട് പുതുക്കി പണിയുന്നതിനുള്ള തുകയാണെന്നും ഓർമ്മിപ്പിക്കുകയും വേണം. ഇത് കേട്ടപ്പോൾ സേട്ട് ഉടൻ തന്നെ വ്രജത്തിലേക്ക് പോയി രഘുനാഥ് ദാസ് ഗോസ്വാമിയെ കണ്ട് രാധാകുണ്ട് ശ്യാംകുണ്ട് പുനരുദ്ധാരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാധാകുണ്ടിൻ്റെ തീരത്തുള്ള 5 മരങ്ങൾ അടുത്ത ദിവസം മുറിച്ചു കളയാനായി അവർ തീരുമാനിച്ചു. എന്നാൽ ആ രാത്രിയിൽ പഞ്ചപാണ്ഡവരും രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ മരങ്ങൾ മുറിക്കുന്നത് വിലക്കിക്കൊണ്ട് പറഞ്ഞു, തങ്ങൾ 5 പേരുമാണ് അവിടെ വൃക്ഷരൂപത്തിൽ നിൽക്കുന്നതെന്ന്. ഇന്നും അവിടെ പഞ്ചപാണ്ഡവർ രാധാകുണ്ടിന്റെ സമീപം വൃക്ഷരൂപത്തിൽ വസിക്കുന്നു. രാധാകുണ്ട് ശ്യാംകുണ്ട് പുനരുദ്ധാരണവും അതിന് സമീപത്തായി 8 ഗോപികമാരുടെ നികുഞ്ചങ്ങളുടെയും നിർമ്മാണവും പൂർത്തീകരിച്ചപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമി എല്ലാം കണ്ട് ആനന്ദത്തിൽ സ്വയം മതിമറന്നു നിന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് സ്ഥിരമായൊരു വാസസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഓരോ രാത്രിയും ഓരോ മരച്ചൂട്ടിലായിരിക്കും അദ്ദേഹം താമസിച്ചിരുന്നത്. ചിലപ്പോൾ മാനസിഗംഗയുടെ തീരത്തും. അക്കാലത്ത് ഈ പ്രദേശങ്ങൾ ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ കാടായിരുന്നു. ഒരു ദിവസം സനാതൻ ഗോസ്വാമി മാനസിഗംഗയിലെ പവൻ ഘാട്ടിൽ കുളിക്കാൻ പോയി നോക്കുമ്പോൾ 2 കടുവകൾ വെള്ളം കുടിച്ച ശേഷം വിശ്രമിക്കുന്നത് കണ്ടു. ആ സ്ഥലത്തിനടുത്തായി രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരു മരച്ചുവട്ടിൽ ഭഗവാന്റെ ഭജനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് സനാതന ഗോസ്വാമി ഞെട്ടി. പക്ഷേ അല്പം അകലത്തായി ഭഗവാൻ കൃഷ്ണൻ എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അദ്ദേഹം അതിലും അത്ഭുതപ്പെട്ടു പോയി. ഒരു കുടിൽ നിർമ്മിച്ച് അതിനകത്ത് ഭജനം ചെയ്യാനും രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് ആവശ്യപ്പെട്ടു. സ്വയം വിശ്രമത്തിനായി ഒരു കുടിൽ പോലും നിർമ്മിക്കാൻ മെനക്കെടാത്ത പരിശുദ്ധ ഭക്തനായ രഘുനാഥ് ദാസ് ഗോസ്വാമി ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു ദിവസം ഉച്ചസമയത്ത് ശ്രീമതി രാധാറാണി അതുവഴി വന്നു. സൂര്യന്റെ അതിതീവ്രമായ ചൂടിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനായി ദേവി അദ്ദേഹത്തിന്റെ പുറകിൽ നിന്നുകൊണ്ട് തന്റെ സാരിയുടെ തുമ്പ് ഉയർത്തിപ്പിടിച്ച് തണലേകിക്കൊണ്ട് നിൽക്കവേ വെയിലുകൊണ്ട് രാധാറാണിയുടെ അതീന്ദ്രിയമായ ശരീരത്തിൽ നിന്നും ധാരാളം വിയർപ്പ് ഒഴുകിക്കൊണ്ട് നിൽക്കുന്ന ഹൃദയഭേദകമായ കാഴ്ച ഗോസ്വാമിമാരിൽ ഒരാൾ കാണുവാനിടയായി. ഉടൻ തന്നെ അദ്ദേഹത്തോട് ഒരു കുടിലിൽ മാറിയിരിക്കുവാനായി ആവശ്യപ്പെടുകയും അദ്ദേഹം പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തു. രഘുനാഥ് ദാസ് ഗോസ്വാമി സ്വയം രാധാറാണിയുടെ സഖിമാരുടെ ഒരു ദാസിയായി തന്നെ കണക്കാക്കിക്കൊണ്ട് രാധാറാണിയുടെ ദാസന്മാരെ സേവിച്ചു. ശ്രീദാസ ബ്രജഭാസി എന്നറിയപ്പെടുന്ന ഒരു ഭക്തൻ എല്ലാ ദിവസവും രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ഒരു ഇല കുമ്പിളിൽ മോര് കൊണ്ടുവന്ന് നൽകിയിരുന്നു. ഇത് മാത്രമായിരുന്നു ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആഹാരം. അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ നിത്യലീലയിൽ രതിമഞ്ജരിയാണ്. വൃന്ദാവനത്തിലെ ശ്രീ ഗോകുലാനന്ദ മന്ദിരത്തിൽ പൂജിക്കാനായി ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് നൽകിയ ഗോവർദ്ധനശില ഇപ്പോഴും അവിടെ ആരാധിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് ശ്രീമതി രാധാറാണിയുടെയും ഭഗവാന്റെയും സേവനം ചെയ്യാനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.